എൻ്റെ പേര് രാകേഷ് കുമാർ. എസ്റ്റീം ട്യൂഷൻസ് ക്ലാസ്സസ് ഫോർ മാത്തമാറ്റിക്സിലെ ക്ലാസ് 8ലെ റാഷണൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1ലെ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ യൂസ്ഡ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. -4/5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു -4/5. -4/5 ഇൻറ്റു 1 ആണ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു -4/5. നമുക്കറിയണം ഏതൊരു നമ്പറും നമ്മൾ 1നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? അതേ നമ്പർ തന്നെ വരും. അറിയാലോ, ഏതൊരു നമ്പറും നമ്മൾ 1നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ നമ്പർ തന്നെ വരും. അങ്ങനെ വരുന്നത് കൊണ്ട് 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് എഴുതണം. 1 ഈസ് ദ കാരണം ഏതൊരു നമ്പറും 1നോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതേ നമ്പർ തന്നെ വരണമെങ്കിൽ 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കൂടി ഇതിൽ പറയാം. -4/5 പ്ലസ് 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് -4/5 എന്താ വരിക? അതേ ആൻസർ വരിക. നമ്മൾ 0നോടൊപ്പം ഏത് നമ്പർ ആഡ് ചെയ്താലും അതേ നമ്പറല്ലേ വരിക. അങ്ങനെ വരികയാണെങ്കിൽ 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് അല്ലേ, അവിടെ 0 ആണെങ്കിൽ വരുന്നെങ്കിൽ ആഡാ ചെയ്യുന്നതെങ്കിൽ 0 ഈസ് ദ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 1നോടൊപ്പം ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും അതേ നമ്പർ വരുന്നത് കൊണ്ട് നമുക്ക് പറയാം 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയാം. ആദ്യത്തെ. ഓക്കെ, രണ്ടാമത്തെ ശ്രദ്ധിച്ചോളൂ. -13/17 ഇൻറ്റു -2/7 ഈസ് ഈക്വൽ ടു തിരിച്ചെഴുതി -2/7 ഇൻറ്റു -13/17. ഇതെന്ത് പ്രോപ്പർട്ടിയാ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. A ഇൻറ്റു ബി പറഞ്ഞാലും തിരിച്ച് ബി ഇൻറ്റു എ എന്ന് പറഞ്ഞാലും അതിനെ പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. എന്താ പറയുക? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അടുത്തത് -19/29 ഇൻറ്റു 29/-19. ഈ -19ഉം -19ഉം ക്യാൻസൽ ചെയ്ത് 29ഉം 29ഉം ക്യാൻസൽ ചെയ്ത് 1 കിട്ടും. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവണമെങ്കിൽ എന്താവണം? ആൻസർ 1 കിട്ടണം അല്ലേ? അതായത് ഒരു നമ്പർ -19/29 ആണ്, അതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എഴുതി 29/-19 എഴുതി ക്യാൻസൽ ചെയ്തു, നമുക്ക് 1 കിട്ടുകയാണെങ്കിൽ അത് എന്ത് ഐഡൻറ്റിറ്റി ആയിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇപ്പം നന്നായിട്ട് മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ്? മൾട്ടിപ്ലൈ 6/13 by the reciprocal of -7/16. by the reciprocal of -7/16. മൾട്ടിപ്ലൈ 6/13 by the reciprocal. അത് ശ്രദ്ധിക്കണം. ആദ്യത്തെ ജോലി റെസിപ്രോക്കൽ ഓഫ് -7/16 എന്താന്ന് എഴുതുക. റെസിപ്രോക്കൽ ഓഫ് -7/16 എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ -16/7 ആവും. റെസിപ്രോക്കൽ ഓഫ് -7/16 ചോദിച്ചാൽ -16/7 കിട്ടി. അപ്പോൾ ആദ്യത്തെ റെസിപ്രോക്കൽ ആക്കി. അതിനുശേഷം എന്ത് മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? റെസിപ്രോക്കലിനോടൊപ്പം 6/13 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എന്ത് വരും? 6/13 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ ഓൾറെഡി കണ്ടു. -7/16ൻ്റെ റെസിപ്രോക്കൽ -16/7 ആണ്. അതിനോടൊപ്പം 6/13 മൾട്ടിപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 6 ഇൻറ്റു -16 -96. 13 ഇൻറ്റു 7 91. ഇതാണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ജോലി ഇതിൻ്റെ റെസിപ്രോക്കൽ കാണാം. ആ റെസിപ്രോക്കൽ കിട്ടിയ ആൻസറിനോടൊപ്പം ഈ 6/13 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് -96/91. ഓക്കെ, അടുത്തത് ടെൽ ദ പ്രോപ്പർട്ടി ദറ്റ് അലൗസ് യു ടു കമ്പ്യൂട്ട്. ഇതെന്ത് പ്രോപ്പർട്ടിയാണെന്ന് പറയണം. 1/3 ഇൻറ്റു 6 ഇൻറ്റു 4/3 ബ്രാക്കറ്റിൽ കൊടുത്തു. ആസ് അടുത്തത് 1/3 ഇൻറ്റു 6 ബ്രാക്കറ്റിൽ കൊടുത്തു ഇൻറ്റു 4/3. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്? എന്ത് പ്രോപ്പർട്ടിയാണ്? ഇങ്ങനെ ബ്രാക്കറ്റ് മാത്രം മാറുകയാണെങ്കിൽ എന്താണ് പ്രോപ്പർട്ടി? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. A ഇൻറ്റു B/C, B/Cനെ ബ്രാക്കറ്റ് കൊടുത്തു ഈസിക്കൽ ടു A ഇൻറ്റു ബിനെ ബ്രാക്കറ്റ് കൊടുത്തു ഇൻറ്റു C കൊടുത്തു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ്. ഇവിടെ എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിക്കോളൂ. അത് വളരെ എളുപ്പമാണ്, നോക്കിക്കോളൂ. ഈസ് 8/9 ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1/8?
എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 8/9 എന്ന് പറയുന്നത് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണോ 8/9 ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, 8/9 അങ്ങനെ തന്നെ എഴുതി അല്ലേ. 1/8 നെഗറ്റീവ് ഉണ്ട്, അതവിടെ വെളിയിലിടുക. നെഗറ്റീവിന് വെളിയിലിട്ട് 1/8 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ അതിനെങ്ങനെ ഇംപ്രോപ്പർ ആക്കുക. 8 × 1 8, 8 + 1 9, 9/8 വരും. പിന്നെ ഈ നെഗറ്റീവ് സൈനും വരും. അപ്പോൾ എന്ത് വരും, -9/8 വരും. അപ്പോൾ നന്നായി മനസ്സിലാക്കുക, ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ഇംപ്രോപ്പർ ആക്കണം. ഈ മൈനസിനെ വെളിയിലിടുക, മറ്റേ 1/8നെ ബ്രാക്കറ്റിൽ കൊടുക്കുക. 8 × 1 8, 8 + 1 9, 9/8 കിട്ടും. എന്നിട്ട് ഈ മൈനസ് സൈൻ വരും, -9/8 ആണ് ഇതിൻ്റെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1/8 എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്, -9/8 കിട്ടിയിട്ടുണ്ട്. -9/8 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 8/9 എഴുതി ഇൻറ്റു -9/8 എഴുതി. 8ഉം 8ഉം ക്യാൻസൽ ചെയ്തു, 9ഉം -9ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി ഇവിടെ വരുന്നത് -1 ആയിരിക്കും അല്ലേ. ഇവിടെ നെഗറ്റീവ് ഇല്ലേ, അതുകൊണ്ട് -1 എല്ലാം ക്യാൻസൽ ചെയ്താൽ 1 വരിക. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഉണ്ട്, നെഗറ്റീവ്. നമുക്ക് ഓൾറെഡി പറഞ്ഞു, ഒരു നമ്പറും അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 1 കിട്ടാൻ പാടുള്ളൂ. -1 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം 8/9 ഈസ് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8 എന്ന് എഴുതാം. ഇവിടെ 1 ആണ് കിട്ടിയിരുന്നുവെങ്കിൽ നമുക്ക് പറയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാം. ഇവിടെ -1 കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, 8/9 ഈസ് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 8/9 ആദ്യം എഴുതാം, ഇൻറ്റു ഇതിൻ്റെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്, അതിനെ ഇംപ്രോപ്പർ ആക്കുക. മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ഇംപ്രോപ്പർ ആക്കുക, 8 × 1 8 + 1 9/8 വരും. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, അപ്പോൾ -9/8 കിട്ടി. എന്നിട്ട് ഈ 8/9ഉം അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് -9/8 ആണ്. ഇത് തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണം. 1 അല്ലാതാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ -1 കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം 8/9 ഈസ് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് -1 1/8. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കണോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിക്കോളൂ. ഈസ് 0.3 the multiplicative inverse of 3 1/3? Why or why not ചോദിച്ചിട്ടുണ്ട്. 0.3 അങ്ങനെ തന്നെ എഴുതാം. അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 3 1/3 ആണ്. 3 × 3 1/3. നമുക്കിത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 1 കിട്ടണം. 1 കിട്ടുമോ നോക്കണം. 0.3 നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പോയിന്റ് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. 0.3 ആണ്. ആ പോയിന്റ് മാറ്റാൻ ന്യൂമറേറ്ററിൽ 10 ചെയ്യും. കാരണം പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പറേ ഉള്ളൂ. ഒരു നമ്പർ ഉള്ളതുകൊണ്ട് ഒറ്റ 0 വരുന്ന നമ്പർ ഏതാണ്, 10 ആണ്. ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം, താഴെ വരും ചെയ്യും. ന്യൂമറേറ്ററിലും വരണം, ഡിനോമിനേറ്ററിലും വരണം. അപ്പോൾ അത് എന്തായി മാറും, 3/10 ആയി മാറും. ആ പോയിന്റ് മാറ്റാൻ വേണ്ടിയിട്ട് മുകളിലത്തെ പോയിന്റ് കഴിഞ്ഞ് എത്ര നമ്പർ ഉണ്ട്, ഒരു നമ്പറേ ഉള്ളൂ. ഒരു നമ്പർ വരുന്നതുകൊണ്ട് × 10 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എഴുതും. അപ്പോൾ എന്തായി, പോയിന്റ് മാറി 3/10 കിട്ടി. അതാണ് ഇവിടെ 0.3 എന്തായി മാറി, 3/10 ആയിട്ട് മാറി. ഇൻറ്റു 3 1/3. അത് നമ്മൾ എങ്ങനെ എഴുതാം, 3 1/3 എന്ന് പറയുമ്പോൾ 3 × 3 9, 9 + 1 10, 10/3 കിട്ടി. അതാണ് ഇവിടെ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടിയാലേ എന്ന് പറയാൻ പറ്റുള്ളൂ, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കാം, 0.3 നമ്മൾ എന്ത് എഴുതി, 3/10 എഴുതി. ഇൻറ്റു 3 1/3 എന്ന് പറയുമ്പോൾ 10/3 ആയി. ഈ 3യും 3യും വെട്ടി, 10ഉം 10ഉം വെട്ടി, 1 കിട്ടി. 1 കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം, 0.3 is the multiplicative inverse of 3 1/3 എന്ന് പറയാൻ പറ്റും. 0.3 is the multiplicative inverse of 3 1/3 എന്ന് പറയാൻ പറ്റും. 1 കിട്ടിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 1 അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പറാണ് കിട്ടുന്നതെങ്കിൽ അത് നോട്ട് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ 5th മുതൽ 5th 6th അത് കഴിഞ്ഞാൽ 7th, അത് കഴിഞ്ഞ ഇവിടെ 8th 9th പോസ് ചെയ്ത് വൃത്തിയായിട്ട് എഴുതുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. താങ്ക് യു വെരി മച്ച്.